ഹലോ മൂവി സ്ട്രീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു യാത്രാവിശേഷമായിട്ടാണ്. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ കോഴിക്കോട് വരെ ഒന്ന് പോയ വിശേഷങ്ങളാണെന്ന് പറയാനുള്ളത്. കോഴിക്കോട് പോയ സംഭവം എന്തായാലും വലിയൊരു തമാശയായി. എന്തായാലും ഞങ്ങളൊരു ദിവസം രാവിലെ തന്നെ ഇറങ്ങി. 4 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 4 ആളും കൂടെ ഇറങ്ങുമ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണെന്നൊന്നും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. വഴിയിൽ വെച്ചിട്ടാണ് കോഴിക്കോട് പോകാമെന്നുള്ള പ്ലാൻ ഉണ്ടായത്. ഞായറാഴ്ച ദിവസം ആയതുകൊണ്ടായിരിക്കാം റോഡിലൊന്നും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഞങ്ങൾ കോഴിക്കോട് എത്തി. ഇപ്പം എന്തായാലും നമ്മൾ കോഴിക്കോട് ബൈപ്പാസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട്ടേക്ക് എപ്പോൾ വരുന്ന സമയത്തും ഈ ഒരു ബൈപ്പാസിലൂടെയുള്ള യാത്ര നന്നായിട്ട് ആസ്വദിക്കാറുണ്ട്. വേറൊന്നും കണ്ടല്ല, നല്ലൊരു തണലുള്ളൊരു സ്ഥലമാണ്. 2 സൈഡിലും നിറയെ മരങ്ങൾ, ഇടതൂർന്ന മരങ്ങൾ അല്ലേ. കുറച്ചും കൂടെ നേരത്തെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേറെ ഭംഗി ഉണ്ടാവും. കുറച്ച് നേരം നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നിൽക്കാനും ഒക്കെ ഒരു രസമാണ്. ഇവിടെ ഒരുപാട് തവണ നമ്മൾ വന്നിട്ടുണ്ടെങ്കിലും ഇത്തവണത്തെ വരവിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. നമ്മൾ കൂട്ടുകാരികൾ എല്ലാവരും കൂടെ ഒത്തിട്ടുള്ള ആ ഒരു യാത്ര, അതിൻ്റെ രസം വേറൊരു യാത്രക്കും കിട്ടാറില്ല. പ്രകൃതിയുടെ സൗന്ദര്യം കണ്ട് ആസ്വദിച്ച് ബൈപ്പാസ് റോഡിൽ നിന്നും നമ്മൾ ടൗണിലേക്ക് എത്തുന്തോറും ഇരുവശങ്ങളിലും ആയിട്ട് വളരെ പ്രൗഢിയോടെ അമ്പരചുംബികളായി നിൽക്കുന്ന പല പല കെട്ടിടങ്ങളും കാണാം. ചിലതെല്ലാം അതിൻ്റെ കൺസ്ട്രക്ഷൻ കണ്ടാൽ നമ്മൾ നോക്കി നിന്ന് പോകും. ഇടതുവശത്തായിട്ട് ചെമ്മൺ ചായത്തിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ് ഹൈലൈറ്റ് മാള്. ഇനി അങ്ങോട്ട് നീണ്ടു കിടക്കുന്ന കുഴികളും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നീണ്ട പാതകളാണ്. ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ തമാശ നടന്നത്. റോഡ് കണ്ടപ്പോൾ ഞങ്ങൾ ആദ്യം കരുതി ഞായറാഴ്ച ദിവസമായതുകൊണ്ടുള്ള തിരക്ക് കുറവായിരിക്കുന്നു. പക്ഷെ പിന്നീടല്ലേ മനസ്സിലായത് ഇരുവശങ്ങളിലുള്ള കടകളെല്ലാം അടച്ചിരിക്കുന്നു. അവിടെ എപ്പോഴും ലോക്ക്ഡൗൺ ആണ്. ആ കാരണത്താലേ ഞങ്ങൾക്ക് പല സ്ഥലങ്ങളും ഇനി കാണാൻ പറ്റുന്നില്ല. ആദ്യം ഞങ്ങൾ പോയി നോക്കിയത് ബീച്ചിലായിരുന്നു. ടൗൺ ബീച്ചിൽ തന്നെയായിരുന്നു ആദ്യം പോയത്. പക്ഷേ ടൗൺ ബീച്ചിലെത്തിയപ്പോഴല്ലേ മനസ്സിലായത് ടൗൺ ബീച്ചെന്നല്ല, കോഴിക്കോട് ഒരു ബീച്ചും ഇന്ന് തുറന്നിട്ടില്ല. ബീച്ചിലെത്തിയപ്പോഴാണ് വീണ്ടും ഞങ്ങൾ പ്ലിങ്ങായിപ്പോയത്. അവിടെ ബീച്ചുകളൊന്നും ഇപ്പോഴും ഓപ്പൺ അല്ല. അവിടെ ഒന്ന് പാർക്ക് ചെയ്യാൻ പോലും സെക്യൂരിറ്റി ഗാർഡ് സമ്മതിക്കുന്നില്ലായിരുന്നു. 1-2 ഫോട്ടോ എടുക്കാൻ പോലും അവർ സമ്മതിക്കുന്നില്ല. എന്തായാലും വിജനമായ ആ ഒരു ബീച്ച് കണ്ട് അതിൽ കയറാൻ പറ്റാതെ, കടലിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റാതെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുമ്പോൾ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല, എവിടെ പോകണമെന്ന് അറിയില്ലായിരുന്നു. എന്നാലും ചോദിച്ചന്വേഷിച്ചറിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു കോഴിക്കോട് സരോവരം പാർക്ക് ഓപ്പൺ ആണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് സരോവരം പാർക്കിലേക്കാണ് ഇനി ഞങ്ങളുടെ യാത്ര. പാർക്ക് അന്വേഷിച്ച് നടക്കുന്നതിൻ്റെ ഇടയിലാണ് എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വന്നത്. വീട്ടിൽ നിന്ന് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയെങ്കിൽ പോലും നമ്മുടെ കോഴിക്കോട് സാഗറിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ എല്ലാവർക്കും പൊറോട്ടയും ബീഫും കഴിക്കാനൊരു ആഗ്രഹം. അപ്പോൾ എല്ലാവരും പൊറോട്ടയും ബീഫും കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു അത്. അങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങി ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ട് നേരെ വെച്ച് പിടിക്കുകയാണ് സരോവരം പാർക്കിലേക്ക്. ഇതെവിടെ എത്തിയെന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. എന്നാലും ഗൂഗിൾ മാപ്പിൻ്റെ വഴി മുന്നോട്ട് തന്നെയാണ്. ഒരു ഇടവഴി പോലെ തോന്നി. ഇത് വലിയ വീതിയൊന്നും ഇല്ലാത്ത വഴിയായിരുന്നു. പക്ഷെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കനോലി കനാൽ. കനോലി കനാലിൻ്റെ തീരത്താണ് നമ്മുടെ സരോവരം ബയോ പാർക്ക് എന്ന് കേട്ടിട്ടുണ്ട്. എന്തായാലും എവിടെയെങ്കിലുമൊക്കെ എത്തുന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ പോയത്. കുറച്ചും കൂടെ എത്തിയപ്പോൾ ഒരു പാലം കണ്ടു. അവിടെ ഞങ്ങൾക്കൊരു രസം തോന്നി. എന്തായാലും സരോവരം പാർക്കിലേക്ക് എത്തിയില്ല. ഞങ്ങളൊന്ന് ഇറങ്ങി നോക്കി. വെറുതെ അതൊരു നടപ്പാലായിരുന്നു. വെറുതെ ആ പാലത്തിലൂടെയൊക്കെ ഒന്ന് നടന്ന് നോക്കി, ഒന്ന് മൈൻഡ് റിഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് നോക്കിയപ്പോഴാണ് അതിൻ്റെ മനോഹര ദൃശ്യം കണ്ടത്. 2 സൈഡിലും നല്ല മരങ്ങളുമൊക്കെ ആയിട്ട് കനോലി കനാൽ അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു തടാകവും അതിൻ്റെ അടുത്തായിട്ട് തടാകത്തിൻ്റെയും കനാലിൻ്റെയും ഇടയിലായിട്ടൊരു വഴി ഉള്ളതായിട്ട് ഞങ്ങൾ കണ്ടു.
അപ്പോൾ വഴിയിലേക്ക് ഇറങ്ങിപ്പോയി. നോക്കുമ്പോൾ ഈ തടാകത്ത് നിന്നും ഈ കനാലിലേക്ക് വെള്ളം വരാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വഴി ഉണ്ടായിരുന്നു, അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്നു. 2 സൈഡിലും ജലാശയങ്ങളും നടുവിലൊരു മൺവഴിയും. ആഹാ, നല്ല രസമായിരുന്നു. ഫോട്ടോസൊക്കെ അവിടെ നിന്ന് ഞങ്ങൾ ഒരുപാട് എടുത്തു. എന്തായാലും വഴി അങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട്. അതിൽ മുന്നോട്ട് പോകാൻ തന്നെ ഞങ്ങളും തീരുമാനിച്ചു. കുറച്ചങ്ങോട്ട് ദൂരം ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് ആ സ്ഥലം മനസ്സിലായത്. പിന്നെ ഈ ഒരു തടാകത്തിന്റെ ഓരത്ത് ചേർന്നിട്ട് ചില ബോട്ടുകളെല്ലാം കിടക്കുന്നുണ്ടായിരുന്നു. അത് ഇപ്പോൾ വർക്കിംഗ് അല്ല. പഴയ കാലത്ത്, അതായത് നമ്മുടെ ലോക്ക്ഡൗണിന്റെ മുമ്പായിട്ട് ഇവിടെ ബോട്ടിംഗ് ഉണ്ടായതായിട്ട് സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളായിരുന്നു അത്. പക്ഷെ ഇപ്പോൾ ഒരിക്കലും ആ ബോട്ടൊന്നും വർക്കിംഗ് ആയിട്ട് കാണുന്നില്ല. കുറെ മഞ്ചാടി മരങ്ങളൊക്കെ ഉള്ള വഴിയായിരുന്നത്. എന്തായാലും ആ വഴിയിലൂടെ വീണ്ടും ഞങ്ങൾ മുന്നോട്ട് നടന്നു. മുന്നോട്ട് പോയപ്പോഴാണ് ഞങ്ങൾ ആ സത്യാവസ്ഥ മനസ്സിലാക്കിയത്. ഗൂഗിളിൽ തെറ്റിയതൊന്നല്ല. ഈ വഴി നേരെ പോകുന്നത് നമ്മുടെ സരോവരം ബയോ പാർക്കിലേക്കാണ്. പക്ഷേ ആ വഴി ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ആ വഴിയിൽ നിറയെ മരങ്ങൾ ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നേരെ നമുക്ക് ഇതിലൂടെ സരോവരം പാർക്കിലേക്ക് എത്താൻ കഴിയില്ല. എന്തായാലും അവിടുത്തെ ഭംഗികളൊക്കെ കുറെ നേരം ഞങ്ങൾ ആസ്വദിച്ച് വീണ്ടും സരോവരം പാർക്കിലേക്ക് തന്നെ പോവാണ്. അപ്പൊ തിരിച്ച് ആ വഴി തന്നെ പോയി വീണ്ടും മെയിൻ റോഡിലേക്ക് എത്തിയിട്ട് വേണം സരോവരം പാർക്കിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ സരോവരം പാർക്കിലേക്ക് എത്തി. അപ്പൊ ആദ്യം തന്നെ കാണുന്നത് ഈ ഒരു കനോലി കനാലാണ്. ഇതിനോട് ഒരു നടപ്പാലുണ്ട്. അത് കടന്നിട്ട് വേണം നമുക്ക് ഇവിടെ സരോവരം പാർക്കിലേക്ക് എത്താൻ. അപ്പൊ ഇവിടെ നിറയെ കുളവാഴകൾ, അത് കനോലി കനാലിനെ തന്നെ ഇല്ലാണ്ടാക്കുന്ന വിധത്തിൽ അത്രയും പടർന്നു പിടിച്ചിട്ടുണ്ട്. ഈ കനോലി കനാലിന്റെ തീരത്താണ് ഈ സരോവരം ബയോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കനോലി കനാലിന് കുറുകെയുള്ള ഈ ഒരു നടപ്പാലം, അത് കടന്നു വേണം നമുക്ക് സരോവരം ബയോ പാർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. എന്തായാലും പാർക്കിനോട് ചേർന്ന് കിടക്കുന്ന കനോലി കനാലിന്റെ ആ ഭാഗം വളരെ നീറ്റായിട്ട് തന്നെയാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. 20 രൂപ മാത്രമേ ഉള്ളൂ ഒരാൾക്ക് ഈ പാർക്കിനകത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. പാർക്കിനകത്ത് കയറിയിട്ട് മുമ്പ് തന്നെ പാർക്കിന്റെ പുറത്തായിട്ട് വലിയൊരു പാത നല്ല ഇന്റർലോക്കൊക്കെ വിരിച്ച് നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സൈഡിലാണെങ്കിൽ ഇരിക്കാൻ ബെഞ്ചുകളും പിന്നെ പാട്ടൊക്കെ കേട്ട് നമുക്ക് കുറെ നേരം അവിടെ നടക്കാം. കോഴിക്കോടാര് സാധാരണ രീതിയിൽ ജോഗിങ്ങിനും മറ്റും വരുന്ന സ്ഥലമാണിത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് മൊത്തം കണ്ടൽ കാടുകളാണ്. ഈ കണ്ടൽ കാടിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൂടെയാണ് ഈ ഒരു ഇക്കോളജിക്കൽ അല്ലെങ്കിൽ ബയോ പാർക്ക് ഇവിടെ വന്നിട്ടുള്ളത്. മെയിനായിട്ട് ആ ഒരു കണ്ടൽ കാടുകളുടെ സംരക്ഷണം കൂടെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ ജോഗിങ്ങിന് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, ധാരാളം ആളുകൾ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട്, അതായത് സേവ് ദ ഡേറ്റ് ഒക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്ന സേവ് ദ ഡേറ്റ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇവിടെ വന്ന് കണ്ടു. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടക്കായിട്ട് ചില അരുവികൾ ഒഴുകുന്നത് കാണാം. ആ ഓരോ അരുവികളെയും അപ്പുറത്തേക്ക് കണക്ട് ചെയ്യുന്ന കുഞ്ഞു പാലങ്ങൾ, മരപ്പാലങ്ങളാണ്. ഈ വഴി അങ്ങനെ നീണ്ടു പോകുമ്പോൾ അവിടെ അതിൻ്റെ ഒരു അവസാനം എത്തിയത് നമുക്ക് കാണാം. ഇവിടെ കാണുന്ന ആ മരങ്ങൾ കൂട്ടി വെച്ചിട്ടില്ലേ, ആ ഭാഗത്തേക്കായിരുന്നു നമ്മൾ നേരത്തെ നടന്നെത്തിയത്. ഇനി എങ്ങാനും ആ വഴി മാറി മുറിച്ച് കിടക്കണ്ടെന്ന് വിചാരിച്ച അവിടെ ഒരു സെക്യൂരിറ്റിയും കൂടെ ഉണ്ട്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ബെഞ്ചുകൾ ഇരിക്കാനുണ്ട്. പിന്നെ ബോട്ടിങ് നടന്നിരുന്ന സ്ഥലമായിരുന്നു തോന്നുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോൾ ബോട്ടുകളൊന്നുമില്ല, അതൊക്കെ ഒരു സൈഡിലങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. മുമ്പ് പെഡൽ ബോട്ടൊക്കെ ഇവിടെ പ്രവർത്തിച്ചിരുന്നു. ഈ തടാകത്തിന്റെ സൈഡിൽ ഇങ്ങനെ കുറെ നേരം നോക്കി നിൽക്കാൻ നല്ല രസമാണ്. കുറെ പക്ഷികളൊക്കെ ഇവിടെ വന്നു പോകുന്നുണ്ട് കേട്ടോ. ദേശാടന കിളികളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. മരം മാത്രമേ പ്രവേശനമുള്ളൂ. തിരിച്ച് ബയോ പാർക്കിന് അകത്തേക്ക് പോകണം. ഇവിടെ സൈഡിലൊക്കെ ആയിട്ട് ചില ചെടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത്ര മെയിൻ്റനൻസ് ഒന്നും ആവശ്യമില്ലാത്ത കുറച്ച് ചെടികൾ മാത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്.
ഇതാണ് നമ്മുടെ സരോവരം ബയോ പാർക്കിന്റെ മെയിൻ എൻട്രൻസ്. ഇതിൻ്റെ കൂടെ അകത്ത് കയറി കഴിഞ്ഞാലാണ് നമുക്ക് ആ പാർക്കിലേക്ക് എത്താൻ പറ്റുക. അപ്പോൾ നമ്മൾ എന്തായാലും അതിനകത്തേക്ക് പ്രവേശിച്ചു. പാർക്കിലേക്ക് കയറുമ്പോൾ തന്നെ ഇന്റർലോക്കുകളൊക്കെ വിരിച്ച നീണ്ട പാതയാണ് കാണുന്നത്. വലതുവശത്തായിട്ടാണ് ഈ കണ്ടൽക്കാടുകൾ ഉള്ളത്. പാർക്ക് ആദ്യം നമ്മളെ സ്വീകരിക്കുന്നത് ഒരു വലിയ മുറ്റത്തേക്കാണ്. ആ മുറ്റത്ത് ഇതുപോലെ കല്ലുകൊണ്ടുണ്ടാക്കിയ ശില്പങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അധികം ചെടികളും പൂക്കളും ഒന്നും ഇവിടെ കാണാനില്ല. തീരെ മെയിൻ്റെനൻസ് കുറവ് മാത്രം ആവശ്യമായിട്ടുള്ള ചില ചെടികൾ മാത്രമേ കാണാനുള്ളൂ. നല്ലൊരു ഓപ്പൺ സ്റ്റേജും ഇതിനകത്തുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ വെച്ച് നടത്താവുന്നതാണ്. പിന്നെ പാതകൾ അങ്ങനെ നീണ്ടു കിടക്കാണ്. ഇത് നല്ലൊരു പ്രത്യേകത ഉണ്ട് ഇതിൻ്റെ വഴിക്ക്. കാരണം പാതകൾ നല്ല കറക്റ്റായിട്ട് കരിങ്കല്ല് വിരിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് അവസാനം വരെ അങ്ങനെ തന്നെ കരിങ്കല്ല് വിരിച്ച പാതകളാണ്. ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ഭാഗം കാടും മറ്റൊരു ഭാഗം ജലാശയമാണ് കാണുന്നത്. ആ കാടിൻ്റെ അകത്തേക്ക് നമുക്ക് ചെറുതായിട്ട് കയറി പോയി മുമ്പുള്ള ആളുകൾ കയറിയതായിട്ട് പാടുകളൊക്കെ കാണാനുണ്ട്. അപ്പം ഞങ്ങൾ ഒന്ന് കയറി നോക്കി. മൺകട്ടേണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു കൂടാരത്തിൻ്റെ അകത്ത് കയറി നിൽക്കാൻ നല്ലൊരു തണുപ്പ് തന്നെ കേട്ടോ. അതിൻ്റെ അപ്പുറത്തൂടെ ഒരു ചെറിയ അരുവി എന്തോ പോകുന്നുണ്ട്. അതാണ് അത് ഇത്ര തണുപ്പുള്ളത്. ഈ പാർക്ക് മൊത്തത്തിൽ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ അധികം വേസ്റ്റുകളും കാര്യങ്ങളും ഒന്നും തന്നെ കാണാനില്ല. അതുകൊണ്ട് തന്നെ പാർക്കിന്റെ ഭംഗി ഉണ്ട് താനും. പിന്നെ ഇതിലുള്ള വേസ്റ്റ് ബാസ്ക്കറ്റ് പോലും ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത് ഇവിടുത്തെ ഇരിപ്പിടങ്ങളാണ്. അത് ഫുള്ള് കരിങ്കല്ലുകൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. പഴയ കാലത്തെ ഒരലിനെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ചില ഇരിപ്പിടങ്ങൾ. ചെറിയ അരുവികളൊക്കെ ഇതിലൂടെ പാസ് ചെയ്യുന്നുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കുഞ്ഞു പാലങ്ങളും കാണാം. പിന്നെ ഊഞ്ഞാല് കണ്ടാല് ആരാ ആടാത്തത് അല്ലേ? 2 മരങ്ങൾക്കും ഇടയിൽ കെട്ടിവെച്ചിട്ടുള്ള വലിയൊരു കയറ്, അതായിരുന്നു അവിടുത്തെ ഊഞ്ഞാല്. ചിൽഡ്രൻസ് പാർക്ക് വേറെ ഉണ്ട് കേട്ടോ, അവിടെ ഞങ്ങൾ പോയില്ല. 1 മണിക്കൂറായിരുന്നു ഞങ്ങൾക്ക് ഇതിനകത്ത് കയറി കാണാനുള്ള സമയം. പക്ഷേ ആ 1 മണിക്കൂർ ഒരിക്കലും ഇത് കണ്ടു തീർക്കാൻ കഴിയില്ല. കാരണം അത്രക്ക് കൺകുളിർക്കുന്ന പച്ചപ്പും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു വലിയൊരു തടാകവും അതിൻ്റെ അടുത്ത് ചേർന്ന് ഒരു മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു കൂടാരവും കണ്ടു. അതൊരു പ്രത്യേക രസം തന്നെയായിരുന്നു കാണാൻ. ഇവിടെ ധാരാളം ആളുകൾക്ക് ഫോട്ടോഷൂട്ടിനും മറ്റും വരുന്നുണ്ട്. ഇതിനകത്ത് പ്രവേശിച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്ത് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ സരോവരം ബയോ പാർക്കിൻ്റെ പേര് ദോഷം വന്നത് എന്താണെന്നുള്ളത്. ഒരുപാട് കപ്പിൾസിനെ നമുക്കിവിടെ കാണാൻ പറ്റും. പക്ഷേ അവരെ നമുക്ക് കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അത്രയും നല്ല അടിപൊളി ഒരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഞങ്ങൾ പോയതൊരു നട്ടുച്ച സമയത്തായിരുന്നു. എന്നാൽ പോലും അതിൻ്റെ ഉള്ളിലെ തണുപ്പ് ഞങ്ങളെ തികച്ചും അത്ഭുതപ്പെടുത്തി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സരോവരം ബയോ പാർക്കിലെ വിശേഷങ്ങൾ. വീണ്ടും കോഴിക്കോടിലെ മറ്റു വിശേഷങ്ങളായിട്ട് അടുത്ത ദിവസം കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നല്ല നാളേക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.